സംഭലിൽ പ്രതിഷേധിച്ചവരെ ക്രിമിനലുകളെ പോലെ ട്രീറ്റ് ചെയ്യാനാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ നീക്കം. നവംബർ 24 നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ ഫോട്ടോ വെച്ചുള്ള പോസ്റ്ററുകൾ നാടുനീളെ പതിക്കാനൊരുങ്ങുകയാണ് യോഗി. പൊതുമുതൽ നശിപ്പിച്ചവരെന്ന ലേബൽ ചാർത്തിക്കൊടുത്ത് ഇവരെ ജനമധ്യത്തിൽ നാണം കെടുത്താനാണ് സർക്കാരിൻ്റെ തീരുമാനമെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിഷേധിക്കുന്നവർക്കെതിരെ യോഗി സർക്കാർ ഇതാദ്യമായല്ല ഇത്തരത്തിലുള്ള നടപടിയെടുക്കുന്നത്. 2020 പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് നടന്ന വ്യാപകമായ പ്രതിഷേധത്തിനും സർക്കാർ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. അന്ന് യുപിയിലെ പ്രധാന ഇടങ്ങളിലെല്ലാം പ്രതിഷേധിച്ചവരുടെ പേരും വിവരങ്ങളും വെച്ച പോസ്റ്ററുകൾ പതിച്ചു. 2020 മാർച്ച് 6 അത്. CCTVയിൽ നിന്നും മറ്റ് ദൃശ്യങ്ങളിൽ നിന്നും തിരിച്ചറിഞ്ഞവരെയാണ് സർക്കാർ ഇങ്ങനെ അവഹേളിച്ചത്. കോൺഗ്രസ് നേതാവ് സദാഫ് ജാഫർ, റിഹായ് മഞ്ച് സ്ഥാപകൻ മുഹമ്മദ് ഷോയിബ്, ദീപക് കബീർ, പ്രമുഖ ഷിയ മത പണ്ഡിതൻ കൽബെ സാദിഖിൻ്റെ മകൻ കൽബെ സിബ്തൈൻ നൂറി, വിരമിച്ച IPS ഉദ്യോഗസ്ഥനും ആക്ടിവിസ്റ്റുമായ SR ധാരാപുരി എന്നിവരുൾപ്പെടെ പ്രമുഖ പ്രവർത്തകരുടേതുൾപ്പെടെ പോസ്റ്ററുകൾ പതിച്ചു. പ്രതിഷേധത്തിനിടെ പൊതുമുതൽ നശിപ്പിച്ചു എന്നാരോപിച്ച് ഇവരോട് നഷ്ടപരിഹാരവും സർക്കാർ ആവശ്യപ്പെട്ടു. 1.55 കോടി രൂപയാണ് സമരക്കാരിൽ നിന്ന് സർക്കാർ ഈടാക്കാൻ ശ്രമിച്ചത്. അടച്ചില്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നുള്ള മുന്നറിയിപ്പും നൽകി. പിന്നീട് 3 ദിവസത്തിനു ശേഷം അലഹാബാദ് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും കേസുകളിൽ രജിസ്റ്റർ ചെയ്തവരുടെ ഹോർഡിങ്ങുകൾ നീക്കം ചെയ്യാൻ ലക്നൗ ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതവരുടെ സ്വകാര്യതയിലെ ഇടപെടലാണെന്നാണ് അന്ന് കോടതി പറഞ്ഞത്. മാർച്ച് 16 കേസ് വാദം കേൾക്കാൻ കോടതി ലിസ്റ്റ് ചെയ്തെങ്കിലും അതിനു മുൻപ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ UP സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ സർക്കാർ നിയമ നടപടിയെ പിന്തുണയ്ക്കാൻ നിയമമില്ലെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. സുപ്രീം കോടതി ഇടക്കാല ഉത്തരവൊന്നും പാസാക്കിയുമില്ല. തുടർന്ന് അതിവേഗം നീങ്ങിയ ആദിത്യനാഥ് സർക്കാർ പൊതുമുതൽ നശിപ്പിച്ച കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആവിഷ്കരിക്കുന്നതിന് സ്വന്തം നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചു. മാർച്ച് 15 അത്തരം കേസുകളിലെ നടപടിക്രമങ്ങളും ശിക്ഷയും നിർവചിക്കുന്നതിന് സർക്കാർ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. ഉടൻ തന്നെ അത് ഉത്തർപ്രദേശ് റിക്കവറി ഓഫ് ഡാമേജസ് ടു പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്ട് 2020 പ്രഖ്യാപിച്ചു. ഓഗസ്റ്റിൽ ഇത് സംസ്ഥാന അസംബ്ലി പാസാക്കി. വിഷയം ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുന്നതായിട്ടും നവംബർ 6 CAA വിരുദ്ധ സമരക്കാരുടെ ഫോട്ടോകളും വിശദാംശങ്ങളുമുള്ള പോസ്റ്ററുകൾ പൊതു ഇടങ്ങളിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അവരെ ഒളിവിൽ പോയവരായി പ്രഖ്യാപിക്കുന്നതായിരുന്നു ഈ പോസ്റ്ററുകൾ. അവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 5000 രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞു. 1986 ഉത്തർപ്രദേശ് ഗുണ്ടാ സംഘങ്ങളും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും അഥവാ പ്രിവെൻഷൻസ് ആക്ട് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.